ഇന്ന് നല്ല തണുപ്പുണ്ടല്ലേ? അതെ, എനിക്കും തോന്നി. ഇപ്പൊ നല്ല ചൂട് ഫ്രൈഡ് റൈസ് കിട്ടിയിരുന്നെങ്കിൽ. അതിനെന്താ, നമുക്ക് ഉണ്ടാക്കാലോ. ഫ്രൈഡ് റൈസിന്റെ കൂടെ നല്ല ഗ്രില്ല് ചിക്കൻ കൂടെ ഉണ്ടായിരുന്ന പൊളിച്ചേനെ. ഈശ്വര, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇവിടെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ, ഇല്ലെങ്കിൽ ഞാൻ താമസം അടുക്കളയിലേക്ക് മാറ്റേണ്ടി വരും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് ഗ്രില്ഡ് ചിക്കനും ഫ്രൈഡ് റൈസും എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഗ്രിൽഡ് ചിക്കൻ നമ്മൾ ഇന്ന് 2 ടൈപ്പ് മസാലയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഒരു ചിക്കനെ നമ്മൾ 2 പീസാക്കിയിട്ട് ഒരു ഭാഗം റെഡ് മസാലയിലും ഒരു ഭാഗം ഗ്രീൻ മസാലയിലുമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഗ്രീൻ മസാല റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് കുറച്ച് പുതിന, പച്ചമുളക്, പച്ചക്കുരുമുളക്, മല്ലിയില ഇവയെല്ലാം കൂടി ഒരു മിക്സിയിലേക്ക് ഇടാം. കുറച്ച് തൈര് കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ചിക്കൻ എടുത്തിട്ട് ചിക്കന്റെ മുകളിൽ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. മസാലയൊക്കെ ഉള്ളിലേക്ക് കയറാനായിട്ട് നന്നായിട്ട് വരയുക. വരയാൻ പറ്റാത്ത ഏരിയകളിൽ കത്തിയുടെ മുന കൊണ്ട് നല്ലതായിട്ട് കുത്തി കൊടുക്കുക. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അരച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ മസാലയും ചേർത്ത് കൊടുക്കാം. ചിക്കന് മുകളിൽ എല്ലായിടത്തും നന്നായിട്ട് വരത്തക്ക വിധത്തിൽ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് റെഡ് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ചിക്കൻ എടുക്കാം. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് ചിക്കനൊക്കെ വരഞ്ഞ് വൃത്തിയാക്കിയതിനു ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതിന് മുകളിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, നാരങ്ങ നീര്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതും ചിക്കന്റെ മുകളിൽ നന്നായിട്ട് പുരട്ടിയതിനു ശേഷം ഒരു 30 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. അടുത്തായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഹോം മെയ്ഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. അത് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് സ്പ്രിംഗ് ഒണിയൻ, ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള, പച്ചമുളക്, മല്ലിയില, പിന്നെ കുറച്ച് തക്കാളി. ഇത്രയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വളരെ ചെറിയ പീസായിട്ട് ഫ്രൈഡ് റൈസിന് അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്കൊരു അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വയ്ക്കാം. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ആദ്യം ചേർക്കണം.
പിന്നാലെ പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാം. വഴന്നു വരുമ്പോൾ ക്യാരറ്റും സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റുക. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മസാലയും റൈസും നന്നായി മിക്സായി എല്ലാ സ്ഥലത്തേക്കും മസാല എത്തിക്കഴിയുമ്പോഴത്തേന് അതിന്റെ കളറൊക്കെ മാറി വരും. ആ സമയത്ത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും ഭംഗിക്ക് കുറച്ച് ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രില്ല് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് വീട്ടിൽ ഗ്രില്ലില്ലാത്തത് കൊണ്ട് അത് ട്രൈ ചെയ്യാതെ അത് ഉപേക്ഷിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ. അതുകൊണ്ട് തന്നെ ഗ്രില്ലില്ലാതെ നമുക്ക് എങ്ങനെ ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കാമെന്നാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഗ്രില്ല് യൂസ് ചെയ്യുന്നില്ല. പകരം നമുക്ക് ഒരു കമ്പിൽ കോർത്തിട്ട് അത് കനലിന് മുകളിൽ നിർത്തി ചുട്ടെടുക്കുന്നതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വീഡിയോ എടുത്ത് വന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാലും ടൈം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ലൈറ്റൊക്കെ പോയി. അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നാലും പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ നന്നായിട്ട് ചുട്ടെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസിന്റെ മുകളിൽ നമ്മൾ ചുട്ടെടുത്ത ചിക്കനാണ് വെച്ചേക്കുന്നത്. ഗ്രില്ലില്ലാതെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്താണ്. അപ്പോൾ ആ ചിക്കനാണ് വെച്ചേക്കുന്നത്. 2 മസാല ആയതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നമുക്കിതെങ്ങനെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൂടെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ
ഇതാ ഇങ്ങനെ ഇരിക്കും. ഫ്രൈഡ് റൈസിൽ നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് ഇടാതിരുന്നത് കൊണ്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ബുൾസൈ ആയിട്ടാണ് വെച്ചേക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുന്ന അല്ല എഗ്ഗിന്റെ ആ ഒരു ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ പല ടേസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ എഗ്ഗ് വേണ്ടവർക്ക് നമുക്ക് ഇങ്ങനെ ആയാലും സെർവ് ചെയ്യുന്ന സമയത്ത് എഗ്ഗ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ.